ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് അഖിൽ ഫ്രം ട്രിപ്പിൾ ഐ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞതിന് ശേഷം പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ട്, സാർ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ റീവെരിഫിക്കേഷൻ ചെയ്യട്ടെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണം, അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഈ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും റീവെരിഫിക്കേഷൻസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, അതിൻ്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റീവെരിഫിക്കേഷൻസിൽ ആക്ച്വലി അവർ നോക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, കൗണ്ട്, നിങ്ങൾ ഇപ്പോൾ മാർക്ക് നമ്മൾ ഇട്ടതിൽ അവർ കൗണ്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ട് അതിൽ മാർക്ക് ഇടാൻ അവർ വിട്ടുപോയിട്ടുണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും മെയിൻലി അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ മാർക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീവെരിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് റീവെരിഫിക്കേഷൻ ചെയ്യണമെന്നുള്ള കാര്യം കൂടെ നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ ICMA സൈറ്റ് എടുക്കുക, ICMA എക്സാമിനേഷൻസ് കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോകും, ICMA എക്സാമിനേഷൻ പോർട്ടലിലോട്ട് കയറും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജിയർ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ആൻസർ പേപ്പർ എന്നുള്ളത് കാണാൻ പറ്റും. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഇതൊന്ന് പോർട്ടൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞേക്കണേ, വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻസ് കൊടുക്കണം. നമുക്കപ്പോൾ ഇനി മാർച്ച് 12 വരെ നമുക്ക് എന്തുണ്ട്, സമയമുണ്ട് റീവെരിഫിക്കേഷന് കൊടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്കൊരു 150 ചിലപ്പോൾ 147 അല്ലെങ്കിൽ നിങ്ങൾക്ക് 200 195 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ ഞങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റീവെരിഫിക്കേഷന് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഫീസ് പെർ സബ്ജക്റ്റിന് വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഡീറ്റെയിൽസ് പറയുന്ന പോലുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വെരിഫിക്കേഷൻസ് കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള എല്ലാ പേപ്പേഴ്സിൻ്റെതും അവിടെ ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വെരിഫിക്കേഷനായിട്ട് പോകേണ്ടതായിട്ടുള്ള ഏതെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേയ്മെൻറ്റും കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീവെരിഫിക്കേഷൻസ് കാര്യങ്ങൾ ഇവിടെ സബ്മിറ്റഡ് ആവും. എന്നിട്ട് റീവെരിഫിക്കേഷൻ റിസൾട്ട് നമുക്ക് എന്താണ് വരിക, വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് റീവെരിഫിക്കേഷൻ റിസൾട്ട് വരും. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീകൗണ്ടും പിന്നെ എന്തെങ്കിലും ഒമിഷൻസ്, ആൻസർ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനാണ് എന്തെങ്കിലും ഒമിഷൻസോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ മാർക്ക് ഞാൻ കുറച്ചും കൂടി എഴുതിയിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല എന്നുള്ള ഇതുള്ള ആൾക്കാരുണ്ടെങ്കിൽ റീവെരിഫിക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റീവെരിഫിക്കേഷൻ്റെ ഏറെക്കുറെ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.